റാൻഡം സൺഡേ ആഫ്റ്റർനൂൺ ഞാൻ വിചാരിച്ചു ജയനഗർ എക്സ്പ്ലോർ ചെയ്യാമെന്ന്. അങ്ങനെ ജയനഗറിലെത്തിയപ്പോൾ ബാംഗ്ലൂർ 1980s എത്തിയതുപോലെ തോന്നി. അതായത് വന്ദന സിനിമയ്ക്കകത്ത് കണ്ട അതേ ബാംഗ്ലൂർ 1989. ബാംഗ്ലൂരിൽ നീ എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ലല്ലേ? ഈ മൂവി കണ്ടപ്പോൾ അന്ന് തന്നെ ഞാൻ തീരുമാനിച്ചാണ് എന്തെങ്കിലും ഒരു ദിവസം ബാംഗ്ലൂർ പോകണമെന്ന്. അങ്ങനെ ഇപ്പോഴാണ് എനിക്ക് ബാംഗ്ലൂർ എത്താൻ പറ്റിയത്. അപ്പോൾ ബാംഗ്ലൂർ ഓരോരോ സ്ഥലങ്ങളായിട്ട് എക്സ്പ്ലോർ ചെയ്ത് ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് ജയനഗർ. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഒരു പ്ലേസ് കണ്ടുപിടിച്ചു. പ്ലേസിന്റെ പേര് പറ. ബിഗ് മിശ്ര പേട. എനിക്ക് ഇവിടെ നിന്ന് കഴിക്കേണ്ടി വരും. എവിടെങ്കിലും ഇരിക്കാൻ സ്ഥലമുണ്ടോ? നല്ല തിരക്കുണ്ട്. ഇവിടെ നിന്ന് കഴിക്കണം അറിയില്ല. ഇങ്ങനെ ഇത് ഇവിടെ നിന്ന് കഴിക്കും. ഹായ് ഗൈസ്, ഞങ്ങൾ പാബ്ദി ചാട്ട് അതാണ് ഇന്നത്തെ ലഞ്ച്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഞങ്ങൾക്ക് ഇരുന്ന് കഴിക്കാൻ സ്ഥലമൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഞങ്ങൾ എങ്ങനെയൊക്കെ ഒരു സ്ഥലം കണ്ടുപിടിച്ചു. ഇത് കഴിക്കാം. ഒരു 7 മണിയായപ്പോൾ എനിക്ക് വീണ്ടും വിശന്നു. അപ്പം ഞങ്ങളൊരു ഹോട്ടലിൽ കയറി. ഞാൻ ഓർഡർ ചെയ്തത് മസാല ദോശ, അവിടെ ചീസ് ദോശ. എനിക്ക് ഈ ബാംഗ്ലൂർ വന്നതിന് ശേഷം ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത് ഇവിടുത്തെ സാമ്പാറാണ്. ഒരു പ്രത്യേകതരം ഫ്ലേവറുള്ള സാമ്പാർ, ഒരു സ്വീറ്റ്നെസ് ഒക്കെ ഉണ്ട്. സാധാരണ നാട്ടിൽ കിട്ടുന്ന സാമ്പാറിനെക്കാട്ടിലും വളരെ ഡിഫറെൻ്റ് ആണ് ഇവിടുത്തെ സാമ്പാർ. ഫുഡ് കഴിച്ചിട്ട് എനിക്ക് കുറച്ച് വിശപ്പ് ബാക്കിയുള്ളതുകൊണ്ട് ഞാനൊരു ബേക്കറി കയറി. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ഈ സൂര്യകലയൊക്കെ എന്താണെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. എനിക്ക് മധുരത്തിനോട് വലിയ താല്പര്യമില്ല. പക്ഷെ ഇത്തവണ ഞാൻ മേടിച്ച് നോക്കിയത് മാംഗോ രസ്മലായി. ഫസ്റ്റ് ടൈം ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ്. ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്നൊന്നും എനിക്കൊരു ഐഡിയ ഇല്ല. നല്ല മധുരം. മധുരം ഇഷ്ടമല്ല. സത്യം പറഞ്ഞ ഈ മാർക്കറ്റിലൂടെ നടക്കുമ്പോൾ തോന്നുന്നു ഇവിടെ കിട്ടാത്തതായിട്ട് ഒന്നുമില്ല എന്ന്. റോസ് ആൻഡ് റോസ് ഓഫ് ബാംഗിൾസ്, ഝുംകാസ്, കുർത്തീസ്, പിന്നെ റോഡിൻ്റെ ഒരു സൈഡിൽ നിറയെ ഫ്രൂട്ട്സ്, മറ്റൊരു സൈഡിൽ വെജിറ്റബിൾസ്, നിറയെ ഫ്ലവേഴ്സ്. ഒരു കാര്യം പറയാൻ വിട്ടു, ഇവിടെ എപ്പോഴും തിരക്കാണ്. റൂമിൽ വെറുതെ ഇരിക്കാൻ ഒട്ടും താല്പര്യമില്ലാത്തതുകൊണ്ട് ഇത്തവണ ഞങ്ങൾ വീണ്ടും ഇറങ്ങി. ഇപ്പം എത്തിയത് ജയ്മഹലിൽ നടക്കുന്ന ഒരു എക്സിബിഷനിലേക്കാണ്. ഇപ്പോൾ എനിക്ക് വിശന്നിട്ട് കണ്ണ് കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ എന്താ പറയുക, എനർജി ഒന്നുമില്ല. എനിക്ക് വിശപ്പ് മാത്രമേ ഉള്ളൂ. ഞാനിത് കഴിക്കാൻ വേണ്ടി മേടിച്ചിട്ടുണ്ട്. ഇത് കഴിച്ച് തീർത്ത് കഴിയുമ്പോൾ എനിക്ക് എനർജി വരുന്നതായിരിക്കും അല്ലേ. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആർട്ടിസ്റ്റും അവരുടെ ക്രിയേഷൻസും ഒരുമിച്ച് വന്നിരിക്കുന്ന ഒരു എക്സിബിഷനാണിത്. ഇത് നടക്കുന്നത് ബാംഗ്ലൂരിലെ ജയ്മഹൽ പാലസ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. ഹലോ ഗായ്സ്, നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ഒരുപാട് ആർട്ടിസ്റ്റുകളുടെ അവരുടെ വർക്ക്സ് എല്ലാം അങ്ങനെ എക്സിബിഷനിൽ വെച്ചിരിക്കുകയാണ്.
ഹായ് ഗായ്സ്, ഞങ്ങൾ ഇപ്പം ഇറങ്ങാൻ പോവാണ്. ബാംഗിൾസ് ഉണ്ടാക്കിപ്പിക്കുകയായിരുന്നു. ഇപ്പോൾ കടകളെല്ലാം പൂട്ടി തുടങ്ങി. ഞങ്ങൾ എല്ലാവരും പോകാറാകുമ്പോഴാണ് ഞങ്ങൾ വന്നത്.